മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ലെവൽസ് എല്ലാം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. സപ്പോർട്ടായിട്ട് നിന്നാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെവലായിരുന്നു 22,245. ഈ ലെവലായിരുന്നു. ഇത് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് 22,060 ഈ രണ്ട് ലെവൽസും ബ്രേക്ക് ചെയ്തത് ഒരു ഭയങ്കര ബിയറിഷ് സൈനാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഷോർട്ട് ടേം ട്രെൻഡ് ഡൗൺ ആയതിൻ്റെ ലക്ഷണമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിക്കൊരു മീഡിയം ടേം സപ്പോർട്ടുണ്ട് 21,900. അപ്പോൾ അതിനടുത്താണ് ഇന്നത്തെ ദിവസത്തെ സപ്പോർട്ടും വന്നിരിക്കുന്നത് 21,864. പിന്നെ ഇന്നത്തേത് ക്ലാസ്സുകളൊക്കെ ഓർത്തിരിക്കുന്നവർക്ക് മനസ്സിലാവും ഇന്നത്തെ വീക്ക്ലി ക്ലോസിംഗ് കൂടെയാണ്. അപ്പോൾ ഇന്ന് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിൻ്റെ ക്ലോസ്. സോഫാർ കണ്ടിന്യൂസ് നെഗറ്റീവായിട്ടാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 864 എന്ന് പറയുന്ന സപ്പോർട്ടാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ക്രൂഷ്യലി 900 എന്നുള്ളതിനുപരിയായിട്ട് 864 എന്നുള്ള സപ്പോർട്ട് നോക്കിയാൽ മതി. എന്നിട്ട് ഒരിക്കലും മാർക്കറ്റ് വീക്കാണെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോസിങ് വരാൻ സാധ്യതയില്ല 22,060 മുകളിൽ. അപ്പോഴെന്തായിരിക്കും സംഭവിക്കുക? മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനെ വന്നിട്ട് ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് പിന്നെയും താഴോട്ട് വരാനാണ് സാധ്യത. ഇതാണ് മാർക്കറ്റ് വീക്ക് ആവുകയാണെന്നുള്ള സിനാരിയോ. ഇവിടെ മാർക്കറ്റ് സോഫാർ വീക്കാണ്. കാരണം ഒരു സൈക്കിൾ പോലും മുകളിലോട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് മാർക്കറ്റിന് പറ്റുന്നില്ല. അത് ടിപ്പിക്കലി ബിയറിഷ് മാർക്കറ്റ്സ് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ സൈക്കിൾസ് ഒന്നും മുകളിലേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴേക്കുള്ള സൈക്കിൾ എക്സ്റ്റൻഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ആർലി സൈക്കിൾ എക്സ്റ്റൻഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർലി സൈക്കിൾ എക്സ്റ്റൻഷൻ്റെ ടാർഗറ്റ്സിലേക്ക് നോക്കുക ഫസ്റ്റ്. സോ 21,864 ആണ് മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ്. അതേപോലെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് പറയുന്നത് 22,060 ആയിരിക്കും.